അമ്മ ബാലമ്മ, എല്ലാരെയും കൂട്ടി അകത്തേക്ക് പൊയ്ക്കോളൂ. ശരിയമ്മേ. അമ്മയും രവിക്കുഞ്ഞും കൂടെ സംസാരിക്കട്ടെ. നിങ്ങൾ അകത്തേക്ക് പൊക്കോളൂ. എന്തിനാ ഈ ദേഷ്യം? ആരെങ്കിലും നഷ്ടപ്പെടുവോന്നുള്ള ഭയമുണ്ടോ നിനക്ക്? ആരെ നഷ്ടപ്പെടാൻ? അങ്ങനൊന്നും ഇല്ലെന്നേ. നഷ്ടപ്പെടേണ്ടത് എപ്പോഴായാലും നഷ്ടപ്പെട്ടില്ലേ പറ്റൂ. അതിന്റെ വിധി എങ്ങനെ? നീ തല കുനിച്ച് ഇങ്ങനെ മുഖം തരാതെ സംസാരിക്കുന്നത് കാണുമ്പോഴേ മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. ദേ, എന്റെ മുഖത്ത് നോക്കി സത്യം പറ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലെന്നേ. ബാലന്മാനും രഘുവെല്ലാം കൂടി അമ്മയെ വെറുതെ വിളിച്ചു വരുത്തിയതാ. വിളിച്ചു വരുത്താൻ ഞാനെന്താ അന്യായ സ്ത്രീയാണോ? ഞാനാണ് ഈ വീടിന്റെ ഗ്രഹനാഥ, നീ എന്റെ മകനും. വളരെ നാളായി ക്ഷണിക്കുന്നതുകൊണ്ടും അമ്പലത്തിൽ സപ്താഹം നടക്കുന്നതുകൊണ്ടും വലിയമ്മാവന്റെ വീട് വരെ ഞാനൊന്ന് പോയി. ആ ഒരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. അല്ലെങ്കിൽ നീ ഇവിടെ കാണിച്ചു കൂട്ടിയ തോന്നിവാസം ഒന്നും നടക്കില്ലായിരുന്നു. തോന്നിവാസോ? അതെ, തോന്നുന്നതൊക്കെ തോന്നിയതുപോലെ ചെയ്യുന്നതിന് അങ്ങനെയാ പറയുന്നത്. നീ ഇപ്പൊ ചെയ്യുന്നതും അത് തന്നെയാ. അല്ലെങ്കിൽ ആര് പറഞ്ഞു കമ്പനിയുടെ ചുമതല മുഴുവൻ രഘുവിന്റെ ചുമലിൽ കെട്ടിവെക്കാൻ? ആര് പറഞ്ഞിട്ട്? ആരോട് ചോദിച്ചിട്ട്? ആരെ ബോധ്യപ്പെടുത്താൻ? അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം അമ്മയ്ക്ക് ബുദ്ധിമുട്ടായെന്ന് മനസ്സിലായി. അമ്മയ്ക്ക് മാത്രമല്ല, എന്റെ കൂടെയുള്ളവർക്കെല്ലാം ഞാൻ കാരണം വേദന മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഞാൻ കാരണം എല്ലാവരുടെയും ജീവന് പോലും ഭീഷണിയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് മാറി നിൽക്കാം എന്നിൽ നിന്ന്. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരാൾ മാറിയാൽ മതി. നിങ്ങളെല്ലാവരും സേഫ് ആയിക്കോളും. ഞാൻ പോവാ ഇന്ന് തന്നെ. രവി, നിക്ക്. നീ ഒരിടത്തും പോകുന്നില്ല. പോകാൻ ഞാൻ വിടില്ല. ഇപ്പൊ നിനക്ക് എന്തു പറ്റിയെന്ന് മാത്രം പറഞ്ഞാ മതി. പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. ഞാൻ എത്രത്തോളം അകന്നു നിൽക്കുന്നോ അത്രത്തോളം നല്ലത് എല്ലാവർക്കും. അത് നിന്റെ തോന്നൽ മാത്രമാ. ഇപ്പൊ ഇവിടെ ആർക്ക് എന്താ പറ്റിയത്? വേദന, ഭീഷണി, സുരക്ഷ എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. സരോജമ്മേ, രവിവർമ്മ സാറിന്റെ അമ്മ.
നമസ്കാരം അമ്മേ. ഗുഡ് മോർണിംഗ്. നമസ്കാരം നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയതാണ് അല്ലേ? അതെ അമ്മേ, തൊഴുതു. ഏതായാലും ഇത് വലിയ അതിശയാന്നാ എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അമ്പലത്തിൽ വെച്ച് കാണുന്നത്. അതെ, എപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നത് ഇതുപോലെ ദൈവസന്നിധിയിൽ വെച്ച് തന്നെയാ. പക്ഷേ ഇപ്പോഴത്തെ ഈ കണ്ടുമുട്ടൽ വെറും യാദൃച്ഛികമല്ല. സരോജത്തെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു സരോജം ഇന്ന് ക്ഷേത്ര ദർശനത്തിന് വരുന്നുണ്ടെന്ന്. അയ്യോ, എന്നെ കാണാൻ അമ്മ ഇങ്ങോട്ട് വന്നോ? എന്തായി പറയുന്നേ? നിങ്ങളെ പോലത്തെ പണക്കാര് ഞങ്ങള് പാവങ്ങളെ കാണാൻ വരികയെന്ന് പറഞ്ഞാ? ഏയ്, തമ്മിൽ കാണാൻ പണമുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ എന്താ വ്യത്യാസം? അതിന് നല്ലൊരു മനസ്സ് പോരെ? എന്താ, എനിക്ക് സരോജത്തെ വന്നു കണ്ട് സംസാരിക്കാനുള്ള യോഗ്യതയില്ലാന്ന് തോന്നുന്നുണ്ടോ സരോജത്തിന്? അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയരുതേ. ഞാൻ വെറുതെ എന്നോട് എന്തു പറയാനായിരിക്കും അമ്മ കാണാൻ വന്നത്? എന്റെ മോന്റെ പിന്നാലെ നടക്കാതെ മോളെ മര്യാദയ്ക്ക് വളർത്തണമെന്ന് ഉപദേശിക്കാനാണോ എന്റെ കരിക്കൊത്തിയമ്മേ? അതെ, എനിക്ക് തോന്നുന്നത് ചില അമ്മമാര് തമ്മിൽ കണ്ടുമുട്ടാൻ ചിലപ്പോൾ അവരുടെ മക്കൾ തന്നെ കാരണമായേക്കുമെന്നാ. എന്നുവെച്ചാ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്നും മുഷിഞ്ഞോ സരോജം? ഞാൻ ഒരുപാട് വൈകിയില്ലല്ലോ? ഇല്ലമ്മേ, അമ്പലല്ലേ, എത്ര നേരം വേണമെങ്കിലും ജപിച്ച് ജപിച്ച് അങ്ങനെ നിൽക്കും. ലളിതാ സഹസ്രനാമവേ എനിക്ക് കാണാപ്പാടവാ. പിന്നെ എന്താന്ന് വെച്ചാ അമ്മയെ പോലെ വലിയ വലിയ ആൾക്കാരോട് സംസാരിക്കുമ്പോഴേ ചെറുതായി എന്റെ കയ്യും കാലും വിറയ്ക്കും. എന്റെ സംസാരത്തിന് ഒരു കൺട്രോൾ ഇല്ലാത്തോണ്ടാ. അറിയാതെ എന്തെങ്കിലും ഒരു അബദ്ധം പറയുമെന്ന് വെപ്രാള എപ്പോഴും. ഏയ്, അങ്ങനെയൊന്നുമില്ലെന്നേ. സത്യം പറഞ്ഞാ എനിക്ക് സരോജത്തോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ സരോജത്തിനും എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന എന്റെ വിശ്വാസം. അതെന്താണെന്ന് വെച്ചാൽ സരോജത്തിന് ധൈര്യമായിട്ട് പറയാം. അത് കേൾക്കാൻ കൂടി ഞാനിപ്പോ സരോജത്തെ കാണാൻ വന്നത്. അത് പിന്നെ അമ്മേ, നമ്മള് രണ്ടുപേരും ഒരേ കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആണോ? അത് കൊള്ളാലോ. അപ്പോ എന്റെ ജോലി വളരെ എളുപ്പമായിന്നർത്ഥം. ഞാനും ഇക്കാര്യം എങ്ങനെ സരോജത്തോട് പറയുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു. സത്യം. അയ്യോ, എനിക്ക് മനസ്സിലാവുന്നുണ്ടമ്മേ. എന്റെ മകള് കാരണം അമ്മയുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ദേവി ചെയ്ത് അമ്മ ക്ഷമിക്കണം. മാപ്പ് പറയാൻ ഞാൻ അമ്മയോട്. ഷേ സരോജം, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സരോജ ഒരമ്മയാ, ഞാനും ഒരമ്മയാ. നമ്മൾ തമ്മിൽ പ്രായത്തിലും ജീവിത രീതിയിലും വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ വാത്സല്യവും കരുണയും ഭയവും ഉത്കണ്ഠയും എല്ലാം ഒരുപോലെയാ. ഒരമ്മയുടെ മനസ്സ് വേറൊരമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത്. സത്യം, എന്റെ കരിക്കോത്തിയമ്മേ, ഇപ്പോഴാ എന്റെ മനസ്സിനൊരു സമാധാനായത്. അമ്മയോട് എങ്ങനെ പറയുന്ന പേടിയായിരുന്നു എനിക്ക്. എന്റെ മോള് ചെയ്തത് അങ്ങനത്തെ തെറ്റല്ലേ? തെറ്റോ? സരോജ എന്താ ഈ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. ഇപ്പോ ഇവിടെ വന്ന് ആലോചിച്ചപ്പോ മോളുടെ അടുത്ത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് അമ്മ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്നാ. എന്റെ അടുത്ത് അവൾക്ക് അല്പം സ്വാതന്ത്ര്യം കൂടുതലാ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവൾ അത് കാര്യമായിട്ട് എടുക്കില്ല. ഒറ്റ മോളെന്ന ചിണുങ്ങൽ കൂടുതലാ അവക്ക്. അതുകൊണ്ട് അമ്മ തന്നെ അവളെ ഒന്ന് ഉപദേശിക്കണം. സത്യം പറഞ്ഞാ നമുക്കിതെല്ലാം പുതിയ കാര്യങ്ങളല്ലേ. നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. അമ്മേ രവിവർമ്മ സാറൊക്കെ വലിയ ആൾക്കാരാ. ഞങ്ങള് വിവരമില്ലാത്ത പാവപ്പെട്ടവര്. നിങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലാവും ഞാൻ പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചാ മോളുടെ പ്രായം അതല്ലേ. അറിവുള്ളവരെന്തു പറയുന്നോ, ചുറ്റുമുള്ള ലോകം എന്തു പറയുന്നോ അവക്കറിയില്ലെന്നേ. പറയൂ സർ, സാറിന്റെ സൈലന്റ് ഒരിക്കലും. പക്ഷേ താൻ ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കണം.
ഒരിക്കലും എന്റെ കഴിഞ്ഞ കാല ജീവിതം തന്റെ നേടായി തന്നെ പിന്തുടരാൻ പാടില്ല. ഞാൻ തന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം തന്റെ ജീവിതം അപകടത്തിലായിരിക്കും ശ്രീലക്ഷ്മി. താനത് മനസ്സിലാക്കുക പ്ലീസ്. സർ, സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോയപ്പോ താൻ കാരണം ഒരു മഹായുദ്ധം നടക്കുന്ന സീതാദേവിക്ക് അറിയാമായിരുന്നെങ്കിൽ ശ്രീരാമനെ സീതാദേവി മറക്കുമായിരുന്നോ? സാറിന് ഉത്തരം പറയാം. ശ്രീലക്ഷ്മി, ഞാൻ ഈ കുട്ടിക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കി? ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്ന സാർ കേൾക്കൂ സർ, പ്ലീസ്. നമ്മുടെ കഥയിൽ ആരാണ് രാവണൻ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ സീതയ്ക്ക് സാറാ ശ്രീരാമൻ. വനവാസമായാലും യുദ്ധമായാലും ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും സാറിന്റെ കൂടെ ഞാനും ഉണ്ടാവും, എന്നും എപ്പോഴും. ഇത്ര വേഗമോ? നിൽക്ക് യമുനെ, ചായ എടുക്ക്. വേണ്ടമ്മേ, എനിക്ക് പോണം, സമയമായി. മോളെ നിക്ക്. ദാ പ്രസാദം. ശരി അമ്മ, ഞാൻ പോയിട്ട് വരാം. മോനെ രവി, എനിക്കൊരു ചോദ്യമുണ്ട്. വളച്ചുകെട്ടലും മറച്ചുവെക്കലും ഇല്ലാതെ ഒരൊറ്റ മറുപടി എനിക്ക് കിട്ടണം. പറയേ, നിനക്കിഷ്ടമാണോ ശ്രീലക്ഷ്മിയെ? അമ്മ, അത് വെറും ഇഷ്ടമല്ല, പ്രേമം. ശ്രീലക്ഷ്മിയും രവിചന്ദ്രവർമ്മനും തമ്മിൽ പ്രണയത്തിലാണോ എന്നാ ചോദിച്ചത്. സേ യെസ് ഓർ നോ. രവിയൊന്നും പറഞ്ഞില്ല. രവി, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ. രവി, എനിക്ക് എന്റെ കുടുംബമാണ് എപ്പോഴും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മോന്റെ സന്തോഷവാ എനിക്ക് എല്ലാത്തിലും പ്രധാനം. നിങ്ങൾ തമ്മില് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും അവള് സമ്മതിച്ചു കഴിഞ്ഞതാ നിങ്ങളുടെ ഈ ബന്ധം. ഇത് വെച്ച് അവൾ എങ്ങനത്തെ പെൺകുട്ടിയാണെന്ന് ആൾക്കാർ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലാതെ. നിനക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ആളുകൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഒരു പുല്ലിന്റെ വില കൊടുക്കില്ല ഞാൻ. നിങ്ങൾ രണ്ടാളും പല്ലാണ്ട് കാലം സന്തോഷത്തോടെ ജീവിക്കുമെന്നാ എന്റെ വിശ്വാസം. ഒരിക്കലും നീ അവളെ നഷ്ടപ്പെടുത്തരുത് മോനെ. ദൈവം പൊറുക്കില്ലാതെ
ഒരിക്കലും പൊറുക്കില്ല. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രീ. എന്ത് ധൈര്യത്തിലാ നീ ആരോടും പറയാതെ ആ വീട്ടിലെ സാറിന്റെ അടുത്ത് കയറി ചെന്നത്? പ്രേമം തലയ്ക്ക് പിടിച്ചവര് ഇടയ്ക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വരുമ്പോ ഇതുപോലുള്ള ചില സാഹസങ്ങൾ കാണിക്കുന്നത് ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. നേരിട്ടൊരനുഭവം ഇപ്പൊ ഇതാദ്യമായിട്ടാ കേൾക്കുന്നത്. ആ സമയത്ത് എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല കൃഷ്ണേ. ശരിയും തെറ്റും ഒന്നും ഓർത്തില്ല. മനസ്സിൽ വന്നത് അങ്ങോട്ട് കയറി ചെല്ലാനോ. ചെന്നു അപ്പൊ കാണുന്നത് സാറ് ഞാൻ കൊടുത്ത മുല്ലച്ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാ. അതോടെ കണ്ടപ്പോ മനസ്സിന്റെ കൺട്രോള് പൂർണ്ണമായിട്ടും പോയി. പിന്നെ വായി തോന്നിയതൊക്കെ പറയായിരുന്നു ഞാൻ. ചീത്ത പറഞ്ഞോ? ഏയ് അങ്ങനെയല്ല. വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു. അതിന്റെ ഇടയിലാ ബാലൻസ് തെറ്റി ആ വീഴ്ചയും 4-5 സെക്കൻഡിന്റെ നോട്ടവും എല്ലാം കൂടെ ഒരുമാതിരി ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. അത്ര തന്നെ. സാരമില്ലടി. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സങ്കടം അണപൊട്ടി ഒഴുകുന്ന വാക്കുകളൊന്നും തെറ്റാറില്ല. നിന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ നിനക്ക് ആശ്വാസമായില്ലേ? തൽക്കാലം അതോർത്ത് ആശ്വസിച്ചാ മതി. അതൊരാശ്വാസമൊന്നും അല്ലടി, ഇപ്പോഴൊരു അമിത ഭാരം. പ്രത്യേകിച്ചും രവിസാറിന്റെ അമ്മ കൂടി വന്നപ്പോ ഞാനങ്ങ് വിളറി വെള്ളക്കടലാസ് പോലെ ആയിപ്പോയി. ഒരു തരത്തിലാ അവിടുന്ന് ഊരിപ്പോകുന്നത്. ആ അമ്മ എന്ത് വിചാരിച്ചു കാണുമോ എന്തോ. എന്ത് വിചാരിക്കാൻ? സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്നാ എന്റെ അഭിപ്രായം. നീ കേട്ടിട്ടില്ലേ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഇപ്പോഴീ സംഭവിച്ചതിനും ഒരു കാരണം ഉണ്ടാവും. നിങ്ങൾ തമ്മിലിപ്പുണ്ടായിരിക്കുന്ന ഈ വിടവ് മൂടിക്കെട്ടാനേ നിന്റെ ഈ പോക്കും വരെ ഉപകരിക്കൂ. രവിസാന്റെ വിശ്വാസം എന്ന വാക്ക് ഇപ്പോഴും എപ്പോഴും നിന്റെ മനസ്സിലുണ്ടല്ലോ. അതുപോലെ സാറിനുണ്ടാവും അതേ ഫീല്, നിന്നോടുള്ള വിശ്വാസം. യഥാർത്ഥ വിശ്വാസം ഒരിക്കലും തെറ്റാറില്ല ശ്രീ. നീ നോക്കിയോ, നിന്റെ ഈ രവിവർമ്മൻ സാറ് നിന്റെ അടുത്തേക്ക് തന്നെ വീണ്ടും വരും. വരുവടി, വന്നിരിക്കും, എനിക്ക് ഉറപ്പാ. എനിക്ക് എന്റെ കുടുംബമാണ് എപ്പോഴും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മോന്റെ സന്തോഷവാ എനിക്ക് എല്ലാത്തിലും പ്രധാനം. നിങ്ങൾ തമ്മില് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും അവള് സമ്മതിച്ചു കഴിഞ്ഞതാ നിങ്ങളുടെ ഈ ബന്ധം. ഇത് വെച്ച് അവൾ എങ്ങനത്തെ പെൺകുട്ടിയാണെന്ന് ആൾക്കാർ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലാതെ. നിനക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ആളുകൾ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഒരു പുല്ലിന്റെ വില കൊടുക്കില്ല ഞാൻ. നിങ്ങൾ രണ്ടാളും പല്ലാണ്ട് കാലം സന്തോഷത്തോടെ ജീവിക്കുമെന്നാ എന്റെ വിശ്വാസം. ഒരിക്കലും നീ അവളെ നഷ്ടപ്പെടുത്തരുത് മോനെ. ദൈവം പൊറുക്കില്ലാതെ, ഒരിക്കലും പൊറുക്കില്ല.
പറഞ്ഞ എനിക്കിപ്പോഴും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രീ. എന്ത് ധൈര്യത്തിലാ നീ ആരോടും പറയാതെ ആ വീട്ടിലെ സാറിന്റെ അടുത്ത് കയറി ചെന്നത്? പ്രേമം തലയ്ക്ക് പിടിച്ചവര് ഇടയ്ക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വരുമ്പോ ഇതുപോലുള്ള ചില സാഹസങ്ങൾ കാണിക്കുന്നത് ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. നേരിട്ടൊരനുഭവം ഇപ്പൊ ഇതാദ്യമായിട്ടാ കേൾക്കുന്നത്. ആ സമയത്ത് എനിക്ക് എന്തു പറ്റിയെന്ന് അറിയില്ല കൃഷ്ണേ. ശരിയും തെറ്റും ഒന്നും ഓർത്തില്ല. മനസ്സിൽ വന്നത് അങ്ങോട്ട് കയറി ചെല്ലാനോ. ചെന്നു അപ്പൊ കാണുന്നത് സാറ് ഞാൻ കൊടുത്ത മുല്ലച്ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാ. അതോടെ കണ്ടപ്പോ മനസ്സിന്റെ കൺട്രോള് പൂർണ്ണമായിട്ടും പോയി. പിന്നെ വായി തോന്നിയതൊക്കെ പറയായിരുന്നു ഞാൻ. ചീത്ത പറഞ്ഞോ? ഏയ് അങ്ങനെയല്ല. വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു. അതിന്റെ ഇടയിലാ ബാലൻസ് തെറ്റി ആ വീഴ്ചയും 4-5 സെക്കൻഡിന്റെ നോട്ടവും എല്ലാം കൂടെ ഒരുമാതിരി ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. അത്ര തന്നെ. സാരമില്ലടി. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സങ്കടം അണപൊട്ടി ഒഴുകുന്ന വാക്കുകളൊന്നും തെറ്റാറില്ല. നിന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ നിനക്ക് ആശ്വാസമായില്ലേ? തൽക്കാലം അതോർത്ത് ആശ്വസിച്ചാ മതി. അതൊരാശ്വാസമൊന്നും അല്ലടി, ഇപ്പോഴൊരു അമിത ഭാരം. പ്രത്യേകിച്ചും രവിസാറിന്റെ അമ്മ കൂടി വന്നപ്പോ ഞാനങ്ങ് വിളറി വെള്ളക്കടലാസ് പോലെ ആയിപ്പോയി. ഒരു തരത്തിലാ അവിടുന്ന് ഊരിപ്പോകുന്നത്. ആ അമ്മ എന്ത് വിചാരിച്ചു കാണുമോ എന്തോ. എന്ത് വിചാരിക്കാൻ? സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്നാ എന്റെ അഭിപ്രായം. നീ കേട്ടിട്ടില്ലേ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഇപ്പോഴീ സംഭവിച്ചതിനും ഒരു കാരണം ഉണ്ടാവും. നിങ്ങൾ തമ്മിലിപ്പുണ്ടായിരിക്കുന്ന ഈ വിടവ് മൂടിക്കെട്ടാനേ നിന്റെ ഈ പോക്കും വരെ ഉപകരിക്കൂ. രവിസാന്റെ വിശ്വാസം എന്ന വാക്ക് ഇപ്പോഴും എപ്പോഴും നിന്റെ മനസ്സിലുണ്ടല്ലോ. അതുപോലെ സാറിനുണ്ടാവും അതേ ഫീല്, നിന്നോടുള്ള വിശ്വാസം. യഥാർത്ഥ വിശ്വാസം ഒരിക്കലും തെറ്റാറില്ല ശ്രീ. നീ നോക്കിയോ, നിന്റെ ഈ രവിവർമ്മൻ സാറ് നിന്റെ അടുത്തേക്ക് തന്നെ വീണ്ടും വരും. വരുവടി, വന്നിരിക്കും, എനിക്ക് ഉറപ്പാ. എനിക്കറിയാം, നീ പറഞ്ഞു തരണ്ട. ഒരു ട്രാൻസ്ലേറ്റർ വന്നിരിക്കുന്നു. പോന്നില്ലെങ്കി വേണ്ട. നീയായി, നിന്റെ ലൈനായി. ഞാൻ ഇവിടെ ഇനി വേസ്റ്റാ. ഞാൻ പോട്ടെ. ബൈ സർ. കൃഷ്ണൻ, നിക്കടി കൃഷ്ണൻ, കൃഷ്ണൻ നിക്കാൻ. ഒന്ന് കണ്ണു തെറ്റിയാ മതി, രണ്ടും കൂടി പ്രേമസല്ലാവൻ നടത്തിക്കളയും. നാട്ടിപ്പോയി കൊപ്രയൊന്ന് കച്ചവടം നടത്തിയിട്ട് തിരിച്ചു വരട്ടെ. എന്നിട്ട് വേണം ഇതിന് പുതിയ പണി തുടങ്ങാൻ. I'm sorry. I am sorry. ഇനി ഞാൻ എന്ത് പറഞ്ഞ തന്റെ പരിഭവം മാറ്റണ്ടേ? താൻ തന്നെ പറഞ്ഞ
എനിക്കറിയാത്തോണ്ട്. സർ സർ ആ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓ, താൻ അത്ര ബുദ്ധിമുട്ട് ക്ഷമിക്കണമെന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ ക്ഷമിക്കണമെന്നാ? ഒരു നല്ല കുട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ വളരെ മാന്യവും സൗമ്യവുമായ